വണക്കം. ചിരിച്ചും ചിന്തിപ്പിച്ചും രമേഷ് പിഷാരടി സാറിൻ്റെ ആദ്യത്തെ കന്നിപ്രസംഗം നിയമസഭയിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മലയാള മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ രമേഷ് പിഷാരടിയുടെ ഇന്നത്തെ പ്രസംഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ്. രമേഷ് പിഷാരടി നല്ലൊരു വാഗ്മിയാണ്. പിന്നെ ഒരുപാട് നാളായിട്ട് ഈ മിമിക്രി കലാകാരന്മാരുടെ രംഗത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ രമേഷ് പിഷാരടിക്ക് നല്ല വാക്ചാതുര്യമുണ്ട്. രമേഷ് പിഷാരടി പറയുന്ന പല കാര്യങ്ങളും നമ്മളെ പ്രചോദിപ്പിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ചിന്തിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം. രമേഷ് പിഷാരടി നല്ലൊരു വാഗ്മിയാണ്. പിന്നെ മിമിക്രി കലാകാരന്മാർക്കിടയിൽ തന്നെ രമേഷ് പിഷാരടി അവർ വിളിക്കുന്നത് തള്ളുവീരൻ എന്നാണ്. അത് പിന്നെ കോമഡിക്ക് വിളിക്കുന്നതാണ്, നമുക്ക് വെറുതെ പറയാം. പക്ഷേ നിയമസഭയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ പഠിച്ച് കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയായ രമേഷ് പിഷാരടി മാറേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇതിനകത്ത് രമേഷ് പിഷാരടി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. രമേഷ് പിഷാരടിയുടെ ആ പ്രസംഗം നമുക്കൊന്ന് വായിക്കാം. നിയമസഭാ പ്രസംഗത്തിൽ കയ്യടി നേടി പാലക്കാട് എം.എൽ.എ. രമേഷ് പിഷാരടി സ്വതസിദ്ധമായ ശൈലിയിൽ ഗൗരവമായ വിഷയങ്ങൾക്കൊപ്പം അല്പം നർമ്മം കൂടി കലർത്തിയായിരുന്നു എം.എൽ.എയുടെ പ്രസംഗം. വർഗീയത എന്ന് പറയുന്നത് മതവുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ലെന്നും രാഷ്ട്രീയ വർഗീയതയുണ്ടെന്നും രമേഷ് പിഷാരടി പറഞ്ഞു. വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും മറ്റെല്ലാവരും എതിർക്കപ്പെടേണ്ടതാണെന്നും ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടതാണെന്നും ശരിയല്ലെന്നും നമ്മൾ മാത്രമാണ് ശരിയെന്നും വിശ്വസിക്കുന്ന വർഗീയത ശരിയെന്നും വിശ്വസിക്കുന്നത് വർഗീയത തന്നെയാണെന്നും രമേഷ് പിഷാരടി പറയുകയാണ്. അതായത് നമ്മൾ മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്നത് വർഗീയതയാണ് എന്നാണ് രമേഷ് പിഷാരടി പറയുന്നത്. അതും വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. LDF അല്ലാതെ മറ്റാര് എന്ന ക്യാപ്ഷൻ കൊള്ളില്ലല്ലോ എന്ന് തോന്നിയിരുന്നു. മറ്റാരെയും ഉൾക്കൊള്ളുക എന്നത് അത്ര എളുപ്പമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം. പാലക്കാട്ടെ ഒരു പൊതുപരിപാടിയിൽ എൻ്റെ എതിർ സ്ഥാനാർത്ഥിയെ കണ്ടപ്പോൾ ഞാൻ കെട്ടിപ്പിടിച്ചു. അങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോൾ എൻ്റെ കൂടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരൊന്നും എന്നോട് ചോദിച്ചില്ല എന്തിനാണ് എതിർ സ്ഥാനാർത്ഥിയെ കെട്ടിപ്പിടിക്കുന്നതെന്ന്. പക്ഷേ ആ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ മുഴുവൻ ഞാൻ എതിർ സ്ഥാനാർത്ഥിയെ കെട്ടിപ്പിടിച്ച ആ എതിർ സ്ഥാനാർത്ഥിയുടെ പാർട്ടിക്കാർ എന്തിന് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞാണ് രമേഷ് പിഷാരടിക്കെതിരെ കമൻറ്റുമായി വന്നതെന്നാണ് രമേഷ് പിഷാരടി പറയുന്നത്. കൊള്ളാം, അതുവരെ നല്ല രസമുണ്ട്, ഭയങ്കര രസകരമായിട്ട് കാര്യം പോവുകയാണ്. ഇപ്പോഴും ഇൻക്ലൂസീവായി ചിന്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. ഇൻക്ലൂസീവായി ചിന്തിക്കാൻ ഇന്ത്യയെ പഠിപ്പിച്ച ഒരു പാർട്ടിയുടെ പ്രതിനിധിയായി നിൽക്കാൻ കഴിയുന്നത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്നാണ് രമേഷ് പിഷാരടി പറയുന്നത്. കോൺഗ്രസ് പാർട്ടിയിലേക്ക് എന്തുകൊണ്ടാണ് വന്നതെന്ന് പലരും ചോദിച്ചു. 200 കൊല്ലത്തെ ബ്രിട്ടീഷ് ഭരണത്തിന് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. അന്ന് ഇന്ത്യയുടെ സാക്ഷരത 12%. ശരാശരി ആയുസ് 35 വയസ്സാണ്. ആശയവിനിമയത്തിനൊരു മാർഗവുമില്ല. മലേറിയയും കോളറയും പോലെ വലിയ അസുഖങ്ങൾ പിടിച്ചിട്ടുണ്ട്. റോഡുകളും പാലങ്ങളുമില്ല, വാഹനങ്ങളില്ല. ഇന്ത്യയെ നേരെ നിർത്താൻ പഠിപ്പിക്കുക എന്നതായിരുന്നു ആ ഉദ്യമം. ഏറ്റെടുത്ത് 50 വർഷം കൊണ്ട് ഹരിത വിപ്ലവത്തിലൂടെയും വ്യവസായ വിപ്ലവത്തിലൂടെയും പഞ്ചവത്സര പദ്ധതികളിലൂടെയും നിവർത്തിയ ഒരു പ്രസ്ഥാനം അങ്ങനെ നിൽക്കാൻ പഠിപ്പിച്ചപ്പോഴാണ് BJP അധികാരത്തിലെത്തുന്നത്. അവർക്ക് കയ്യിൽ മൊബൈൽ ഫോണുള്ള ഇന്ത്യക്കാരെയാണ് കിട്ടിയത്. 200 വർഷം ബ്രിട്ടീഷുകാർ ഭരിച്ച ഇന്ത്യ കോൺഗ്രസിനും 54 വർഷം കോൺഗ്രസ് ഭരിച്ച ഇന്ത്യ BJPക്കും കിട്ടിയത് കൊണ്ടാണ് 10 കൊല്ലം മുമ്പ് ഇവർ എന്താണ് ഉണ്ടാക്കിയത് എന്ന ചോദ്യം കേൾക്കുന്നതെന്നാണ് രമേഷ് പിഷാരടി പറയുന്നത്. ഇവിടെയാണ് പോയിന്റ്. അതായത് നമുക്ക് നോക്കാം. അതായത് ഈ 54 കൊല്ലം കോൺഗ്രസ് നമ്മുടെ ഇന്ത്യ ഭരിച്ചു. ബ്രിട്ടീഷുകാർ ഭരിച്ച് ചണ്ടിയാക്കി ഇട്ടിട്ട് പോയ ഇന്ത്യയാണ് കോൺഗ്രസിൻ്റെ കയ്യിൽ കിട്ടിയതെന്ന് പറയുന്നു. ആ ഇന്ത്യയാണ് കോൺഗ്രസ്സുകാരെടുത്ത് വളർത്തിയതെന്നാണ് ഇവർ പറയുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറുമ്പോൾ 2014 അധികാരത്തിലേറുമ്പോൾ ഇവിടെയുള്ള കോൺഗ്രസ്സുകാരും ഇവിടെയുള്ള മുസ്ലിം ലീഗുകാരൊക്കെ വലിയ രീതിയിലുള്ളൊരു വാക്യം ഇവിടെ കിടന്ന് പറയുമായിരുന്നു. രമേഷ് പിഷാരടിയുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. 2019 അത് ആവർത്തിച്ചു. ഇപ്പോൾ 2024 ആയപ്പോഴും അവരത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്താണെന്നറിയാം, ഉത്തരേന്ത്യക്കാർക്ക് വിവരമില്ലെന്ന്. അവന്മാർക്ക് പഠിപ്പുമില്ല, വിവരമില്ല, വിദ്യാഭ്യാസവും ഇല്ല. ട്രെയിനിലിരുന്ന് മറ്റേ റെയിൽപ്പാളത്തിൽ അപ്പിയിടുന്നവന്മാരാണ്. ഇവന്മാർക്ക് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ടീമാണ് എന്ന് ഈ കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 54 കൊല്ലം നമ്മുടെ ആൾക്കാർ കോൺഗ്രസ് ഭരിച്ചിട്ട് നരേന്ദ്രമോദിയുടെ കയ്യിൽ സ്വനത്തി തന്ന ഇന്ത്യയിലാണ് റോഡിൽ അപ്പിയിടുന്ന ടീമുള്ളത് എന്നത് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 54 കൊല്ലം സ്വനത്തിയ നെഹ്റു ഇരുന്ന് സ്വനത്തിയതും പിന്നെ ഇന്ദിരാഗാന്ധി ഭരിച്ച് പ്രകീർത്തിച്ചതുമായിട്ടുള്ള നമ്മുടെ ഭാരതത്തെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. അദ്ദേഹം എത്ര കോടി കക്കൂസ് കെട്ടിക്കൊടുത്തെന്ന് വെറുതെ ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് കക്കൂസില്ല. എങ്ങനെയാണ് കക്കൂസ്? ഈ കക്കൂസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. പിന്നെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പണ്ട് മുതൽക്കേ നമ്മുടെ സാമൂഹിക പരിഷ്കർത്താക്കളും പിന്നെ നമ്മുടെ രാജാക്കന്മാർ ഇതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിനെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് തിരുവിതാംകൂർ രാജാക്കന്മാരൊക്കെ ഇവന്മാരിപ്പോൾ അത് സമ്മതിച്ചില്ല, അത് വേറെ കാര്യം. ഇവന്മാർക്ക് സൗദി അറേബ്യയിലെ രാജാവിനെ മാത്രമേ രാജാവായിട്ട് അംഗീകരിക്കുന്നു. പിന്നെ ഖത്തറിലെ UAE അംഗീകരിക്കും, ഇന്ത്യയിലെ രാജാവിനെ അംഗീകരിക്കില്ല. പിന്നെ ബ്രിട്ടീഷ് രാജ്ഞി
എങ്ങിയിരിക്കും. 200 കൊല്ലം ഭരിച്ച് നമ്മളെ അവർ കാൽക്കീഴിൽ വെച്ചിരുന്നു എന്നുള്ള സിമ്പതിയൊന്നും ഇപ്പം ഇല്ല. പക്ഷേ തിരുവിതാംകൂർ രാജ്ഞിയെ കണ്ടു കഴിഞ്ഞാൽ തിരുവിതാംകൂർ രാജ്ഞിയെ തള്ളക്കി വിളിക്കും. ഇതാണ് ഇവിടെയുള്ള പ്രത്യേകിച്ച് സുഡാപ്പികളുടെ ഒരു പ്രധാനപ്പെട്ട ഇതെന്ന് പറയുന്നത്. അവരുടെ കൂട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കൊങ്ങികളുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ 54 കൊല്ലം നമ്മുടെ ഇന്ദിര ഭരിച്ച ഈ നാട്ടിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പെട്രോളിന് വില കൂട്ടിയപ്പം ഇവിടെയുള്ളവന്മാർ, അത് ഇവിടെയുള്ള കോൺഗ്രസ്സുകാർ കളിയാക്കിയോ കക്കൂസിന് കൊളുത്തിടാനായിരിക്കും പെട്രോൾ, കക്കൂസിനായിരിക്കും പെട്രോളിന് വില കൂട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവരിവിടെ കിടന്ന് കളിയാക്കിയായിരുന്നു. അത് സെൽഫ് കോളാണ്, അത് വേറൊരു കാര്യം. ഇപ്പോൾ താങ്കൾ പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള ബഹളമായിരുന്നു. അത് നമ്മൾ ആലോചിച്ച് നോക്കണം. വലിയ രീതിയിലുള്ള ബഹളം എന്ന് പറഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള ബഹളമാണ് ഇവിടെ നടന്നത് എന്നുള്ളതാണ്. അത് നമുക്ക് മറക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ കക്കൂസ് കെട്ടിക്കൊടുത്തില്ലായിരുന്നെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഇപ്പോൾ 54 കൊല്ലം കോൺഗ്രസ് ഭരിച്ചു, പിന്നെ 2014 നരേന്ദ്രമോദി വന്നില്ല എന്ന് വെറുതെ സങ്കല്പിക്കുക. അപ്പോഴും കോൺഗ്രസ് ഇങ്ങനെ ഭരിച്ച് മുന്നോട്ട് പോകുമല്ലോ, അപ്പോഴും കക്കൂസില്ല. അത് കോടിക്കണക്കിന് ആൾക്കാർ കക്കൂസില്ല. അപ്പോഴാണ് 2019 കോവിഡ് വരുന്നത്. ഈ കോവിഡിലെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് സോഷ്യൽ ഡിസ്റ്റൻസിങ് ആണല്ലോ. അതായത് ഒരാൾ മറ്റൊരാളെ തൊടാൻ പോലും പാടില്ല, അല്ലെങ്കിൽ നമ്മളിങ്ങനെ തുമ്മിക്കഴിഞ്ഞാൽ ഒരു 5 മീറ്റർ അപ്പുറത്ത് വേണം അടുത്ത ആൾ നിൽക്കാം. അങ്ങനെയുള്ള സ്ഥലത്താണ് ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു ചേരിയിൽ താമസിക്കുന്ന 100 കുടുംബങ്ങൾക്ക് ഒരു കക്കൂസ് എന്ന രീതിയിൽ നമ്മുടെ ഉത്തരേന്ത്യയിലെ മുംബൈയിലെ ധാരാവി എന്ന് പറയുന്ന ഗ്രാമങ്ങളൊക്കെ നമ്മുടെ കോൺഗ്രസ് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരുന്നത്. അത് അടുത്ത കാര്യമാണ്, അത് നമ്മൾ ആലോചിക്കണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ഭരിക്കുകയും ഇവിടെ കൂട്ടക്കൊലകൾ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം. 54 കൊല്ലം ഭരിച്ചതാണ്. ഇനി അടുത്ത വീണ്ടും 54 കൊല്ലം ഭരിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയുടെ കയ്യിലേക്ക് ഭാരതത്തെ ഭദ്രമായിട്ട് അങ്ങോട്ട് ഏൽപ്പിച്ചപ്പോൾ അതായത് നരേന്ദ്രമോദിക്ക് ഒരു തെറ്റുപറ്റി. അതായത് ഇപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം നടക്കുകയാണല്ലോ. ഈ യുദ്ധത്തിൽ ഗ്യാസ് കിട്ടുന്നില്ല, മോദി ഗ്യാസ് കിട്ടുന്നില്ല എന്നമാതിരി കിടന്ന് പറയുന്നുണ്ട്. കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ ഇവിടെയുള്ള സ്ത്രീകൾ നമ്മുടെ അടുപ്പിൽ ഊതുമല്ലോ, ഇങ്ങനെ ഊതിയാണ് ഉത്തരേന്ത്യൻ സ്ത്രീകൾ മുഴുവനായിട്ടും എന്ത് ചെയ്തിരുന്നത്, അവിടെ ഗ്യാസ് കത്തിച്ചുകൊണ്ടിരുന്നത്. അവിടെയുള്ള സ്ത്രീകൾക്ക് എന്തില്ലായിരുന്നു, ഗ്യാസ് എന്ന് പറയുന്നൊരു സാധനം അത് അതിഭീകരമായിട്ടില്ലായിരുന്നു. അപ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉജ്ജ്വൽ യോജന കൊണ്ടുവരുന്നത്. എല്ലാ വീടുകളിലും ഗ്യാസ് എത്തിച്ചു. അങ്ങനെ ഗ്യാസ് എത്തിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ എല്ലാ വീടുകളിലും ഗ്യാസ് എത്തിച്ചത് കൊണ്ടാണല്ലോ ഇറാൻ യുദ്ധത്തിൽ ഗ്യാസിന് ക്ഷാമം വന്നത്. അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലം തൊട്ട് തന്നെ ഇങ്ങനെ അടുപ്പിൽ ഊതുന്ന ആ ടീമായിരുന്നെങ്കിൽ ഇപ്പോൾ ആ ഗ്യാസിന് ക്ഷാമമില്ല. പോരാത്തതിന് ഇങ്ങനെ അടുപ്പിൽ ഊതുന്നത് കൊണ്ട് ഈ ഉത്തരേന്ത്യയിലെ സ്ത്രീകൾക്ക് എന്താണ്, ക്യാൻസർ പോലെയുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങൾ ഇത് ശ്വസിച്ച് കയറ്റുന്നത് കൊണ്ട് വരുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വേറെയുണ്ട്. ഇനി അപ്പിയിടാൻ കക്കൂസ് ഇല്ലാത്തത് കൊണ്ട് സ്ത്രീകൾ എന്ത് ചെയ്യും, രാത്രി 3 മണി 4 മണിയൊക്കെ ആകുമ്പോഴാണ്, അതായത് ഇരുട്ടാൻ വേണ്ടി കാത്തു നിൽക്കും. എന്നിട്ടാണ് നേരെ പറമ്പിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നത്. ഇങ്ങനെ നിർവഹിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അവിടെ മരണപ്പെടുന്നത് ഈ അണലി എന്ന് പറയുന്ന പാമ്പുണ്ട്. വെറും വൃത്തികെട്ട പാമ്പാണ്. ഇതുപോലൊരു അലവലാതി പാമ്പിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല. 360 ഡിഗ്രിയിൽ കറങ്ങി കടിച്ചു കളയും. അപ്പോൾ ഈ പാമ്പ് കടിച്ച് നമ്മുടെ രാജ്യത്ത് വളരെ വലിയ രീതിയിലുള്ള അപകടങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ അപകടങ്ങൾ കുറഞ്ഞു. 54 കൊല്ലം കോൺഗ്രസ് ഭരിച്ച 2014 ആയപ്പോൾ നമ്മുടെ ലോകരാജ്യങ്ങളെല്ലാം ഒരു പരിഷ്കൃത സമൂഹം ആ ഒരു ലെവലിലേക്ക് എത്തി. അപ്പോഴാണ് പരിഷ്കൃത സമൂഹത്തെയാണ് മോദിയുടെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്ന സംഭവം ഉണ്ടെന്ന് പറയുന്നത്. അതായത് ഈ മോദിക്ക് തൻ്റെ കയ്യിൽ കോൺഗ്രസ് ഭരിച്ച് കിട്ടിയ ഇന്ത്യ തൻ്റെ കയ്യിൽ വന്നപ്പോൾ, ഈ ഇന്ത്യ നമ്മുടെ കയ്യിൽ വന്നപ്പോൾ ഉണ്ടല്ലോ, അങ്ങേർക്ക് കക്കൂസ് മുതലേ തുടങ്ങേണ്ടി വന്നു. അവിടെയാണ് എൻ്റെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത്. അത് കക്കൂസ്, വെറും കക്കൂസ്, വേറെ ഒന്നും നോക്കണ്ട. നിങ്ങൾ ഹരിത വിപ്ലവം, പഞ്ചവത്സര പദ്ധതി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്ന കക്കൂസടാ, കിഴങ്ങ കക്കൂസ്, അതില്ല, കക്കൂസില്ല അപ്പിയിടാൻ. ഇതാണ് ഞാൻ ആലോചിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. ഇതില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് രമേശ് പിഷാരടി പറയുന്നൊരു കാര്യമുണ്ട്. ഫോണുള്ള ജനതയാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കയ്യിൽ കിട്ടിയതെന്ന്. ഫോണിൻ്റെ കാര്യമൊന്നും നമ്മൾ പറയാതിരിക്കുകയാണ് മിച്ചം എന്ന് പറയുന്നത്. 2G സ്പെക്ട്രം അഴിമതി എന്ന് കേട്ടിട്ടുണ്ട്. 2G സ്പെക്ട്രം കേട്ട് കാണും. ലക്ഷം കോടി രൂപയുടെ അഴിമതിയല്ലേ അതൊക്കെ. ഈ ഫോൺ വഴി ഇവർ നടത്തിയെടുത്ത ഒരു സംഭവമാണ്. ഈ അഴിമതിയൊക്കെ നടത്തി ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം വന്ന ശേഷം ജിയോ എന്ന് പറയുന്നൊരു സാധനം നമ്മുടെ രാജ്യത്ത് വന്നായിരുന്നു. ഈ ജിയോ വന്ന ശേഷമാണ് ഇത്ര വലിയ വിപ്ലവം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. കോൺഗ്രസ് തന്നെ നിരന്തരം എങ്ങനെ ഭരിക്കുക, അല്ലെങ്കിൽ ജിയോ വരുമായിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. വന്നാൽ തന്നെ ഇതിൽ എത്ര ലക്ഷം കോടി രൂപ അഴിമതി കാണും എന്നുള്ള വേറൊരു ചോദ്യമുണ്ട്. ഇനി ജിയോ വന്നപ്പോൾ എങ്ങനെയായിരുന്നു, ഫ്രീ ആയിട്ടാണ് കൊടുത്തത്. വെറും ഫ്രീ. നമ്മുടെ നാട്ടുകാർക്കെല്ലാം ഫ്രീ ആയിരുന്നു ജിയോ എന്ന് പറയുന്ന സാധനം. അറിയാമല്ലോ, ആദ്യത്തെ 2 മാസം ഫ്രീ ആയിരുന്നു. ഈ 2 മാസം കഴിയാൻ പോയപ്പോഴാണ് നമ്മളൊക്കെ ടെൻഷൻ അടിച്ചിരുന്നപ്പോൾ, ഞാനൊന്ന് പ്രസ് ക്ലബ്ബിൽ പഠിക്കുകയായിരുന്നു. ടെൻഷൻ അടിച്ചിരുന്നപ്പോഴാണ് അടുത്ത നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിൽ സ്ക്രോൾ എഴുതി കാണിക്കുന്നത് ഇനി 2 മാസം കൂടെ ഫ്രീ എന്ന് പറഞ്ഞ്. പിന്നെ അത് 2 GB ഒരു ദിവസത്തേക്ക് ഫ്രീ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ മാറി. അങ്ങനെ അതിനുശേഷമാണ് ഇപ്പോഴും ആ ഫോണിൻ്റെ ഉപയോഗം അങ്ങനെ തെളിഞ്ഞ് വന്നത്. പിന്നെ പോരാത്തതിന് ഈ ഫോൺ വന്നതും പോട്ടെ,
ഈ ഫോൺ വന്നതും പോട്ടെ, ഈ ഫോണ് എന്താ ഇപ്പം നമ്മുടെ കയ്യിൽ കത്തി ഉണ്ടായാൽ പോരല്ലോ, ഈ കത്തി കൊണ്ട് ആപ്പിൾ മുറിക്കാൻ അറിയണ്ടേ, ആപ്പിൾ മുറിച്ചാലും പോരാ ഈ ആപ്പിൾ കൊണ്ട് സാലഡ് ഉണ്ടാക്കാൻ അറിയണ്ടേ, സാലഡ് ഉണ്ടാക്കിയാലും പോരാ കൈപുണ്യമുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു ഷെഫ് ഇത് ഉണ്ടാക്കിയാലേ വായിക്കാത്ത വയ്ക്കാൻ കൊള്ളാമല്ലോ. അപ്പോൾ ഇതൊക്കെ വേണമല്ലോ. ചിദംബരം എന്ന് പറയുന്ന ഒരു ലോക ഫ്രോഡ് ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത്. ഈ വേട്ടാവളിയൻ ഈ നിയമസഭയിൽ നിന്ന് പ്രസംഗിച്ചത് ഇപ്പോഴും കിടപ്പുണ്ട് അവിടെ. അങ്ങേര് പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഡിജിറ്റൽ ഇന്ത്യ കൊണ്ടുവരികയാണ്. ഇതെങ്ങനെ നടക്കാനാണ്? ഈ പാവപ്പെട്ട ജനങ്ങളുടെ കയ്യിലെന്തോ ഫോണുണ്ടോ, അവരുടെ കയ്യിൽ ഇലക്ട്രിസിറ്റി ഉണ്ടോ? കാരണം ഒന്നും ഇവന്മാരെ എത്തിച്ചിട്ടില്ല. ഇലക്ട്രിസിറ്റി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന ശേഷം രാജ്യത്ത് സമ്പൂർണ്ണമായി വൈദ്യുതീകരിച്ചത് അറിഞ്ഞായിരുന്നു. അതിനു മുമ്പ് രാജ്യത്തെ 100% 90% ഗ്രാമങ്ങളിലും വൈദ്യുതി ഇല്ലായിരുന്നു. വൈദ്യുതി എന്ന് പറയുന്ന സാധനം അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ചിദംബരം അവിടെ ചോദിച്ചു വൈദ്യുതി ഉണ്ടോ അവിടെയൊക്കെ. കാരണം നമ്മൾ പണിതിട്ടില്ലല്ലോ, വൈദ്യുതി പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല. അമ്മാതിരി ഗംഭീര ഭരണമായിരുന്നു. അപ്പോൾ ഇതുപോലൊരു കൂതറ പാർട്ടി അത് പറയുന്നുണ്ടെന്ന് തോന്നരുത്. അവിടെ ചെന്ന് നിന്നിട്ട് കൊണയടിക്കരുത്. രമേശ് പിഷാരടിയോട് എനിക്ക് നല്ല റെസ്പെക്റ്റാണ്, എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ. പക്ഷേ അങ്ങനെ ഈ പറയുന്ന കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വികാരം അങ്ങ് ഉണർന്നു പോയി. സത്യം പറഞ്ഞാൽ നമ്മുടെ നാടിനെ മുച്ചൂടും മുടിച്ച് ഇവിടെയുള്ള ജനങ്ങളുടെ നടുവ് ചവിട്ടി ഒടിച്ച് ആ ജനങ്ങൾക്ക് കിട്ടേണ്ട സകല കാര്യങ്ങളും നശിപ്പിച്ച് ആ ജനങ്ങൾക്ക് കിട്ടേണ്ട സകല കാര്യങ്ങളെയും കൊള്ളയടിച്ച് ഈ നാടിനെ സമ്പൂർണ്ണമായിട്ട് വിഴുങ്ങി ഒരു ഡൈനാസ്റ്റി ഭരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അവിടെ ബ്രിട്ടീഷുകാർ ഭരിച്ചു കഴിഞ്ഞെങ്കിൽ നെഹ്റുവിൻ്റെ മോള്, നെഹ്റുവിൻ്റെ മോൻ, ഇപ്പോൾ മോൻ്റെ മോൻ വന്ന് നിൽക്കുകയാണ് ഭരിക്കാനായിട്ട്, നമ്മളെ ഭരിക്കാൻ. അവനാണെങ്കിൽ ഒരു വേട്ടാവളിയെ ഒരു ചുക്കും ചുണ്ണാമ്പ് പറഞ്ഞുകൂടാ. കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ റാലിയിൽ കർണാടകയിൽ 2 പിള്ളേർക്ക് പരീക്ഷ എഴുതാൻ പറ്റിയില്ല, നീറ്റ് പരീക്ഷ എഴുതാൻ പറ്റിയില്ല. അങ്ങനെ വാർത്തയൊക്കെ പുറത്ത് വന്നിട്ടുണ്ടല്ലോ. ഇനി തീർന്നില്ല, ഇനി അടത്തിടാൻ തുടങ്ങിയുണ്ടല്ലോ. അമ്മയാണ് ഈ ദിവസം പോരാതെ ഒരു അത്ര കാര്യങ്ങളുണ്ട് ഇതിലൊക്കെ പറയാനായിട്ട്. ഹരിത വിപ്ലവവും പോട്ടെ, പഞ്ചവത്സര പദ്ധതി കൊണ്ടുവന്നെന്ന് പറഞ്ഞു. ദാരിദ്ര്യം ഉന്മൂലനം ഉണ്ടായോ പഞ്ചവത്സര പദ്ധതി കൊണ്ടുവന്നിട്ട്? 2014 മുമ്പ് ഇന്ത്യ എത്രയിൽ പട്ടിണി പാവങ്ങൾ ഉണ്ടായിരുന്നു? ഇപ്പോൾ മോദി ഭരിച്ച് 10 കൊല്ലം, 2014 ശേഷം എത്ര പട്ടിണി പാവങ്ങളുണ്ട് എന്നൊരു കമ്പാരിസൺ സ്റ്റഡി നടത്തി നോക്കണം. നെഹ്റു പഞ്ചവത്സര പദ്ധതി കൊണ്ടുവന്നതുകൊണ്ട് ദാരിദ്ര്യം ഇല്ലാതായോ? ഇല്ലാതായില്ലല്ലോ. നെഹ്റു പഞ്ചവത്സര പദ്ധതി കൊണ്ടുവന്നതുകൊണ്ട് ആർക്കെന്ത് ഗുണമാണ് ഉണ്ടായത്? എന്ത് മണ്ടൻ ആശയമാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത്? ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി കൊണ്ടുവന്നതിൽ ഏതെങ്കിലും ഒരു ആശയം പരാജയപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം. ഇവന്മാർ പറയും നോട്ട് നിരോധനം പരാജയപ്പെട്ടല്ലോ, നോട്ട് നിരോധനം കൊണ്ടുവന്നിട്ട് എന്തായി എന്നൊക്കെ ഇവന്മാർ ചിരിക്കുന്നതിൻ്റെ ഇടയിലൂടെ ഇവന്മാരിരുന്ന് കരയണം. ഇവന്മാരെ ഫണ്ട് നല്ല കശ്മീർ ഇന്ന് എത്ര ശാന്തമാണ് സുന്ദരമാണെന്ന് നമുക്ക് ആലോചിച്ച് നോക്കണം. പാകിസ്ഥാൻ്റെ നടുവൊടിച്ചു. കാരണം ഇന്ത്യയിലെ ബേസിക് ഫണ്ടമെൻ്റലായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. കാരണം ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയെ ബാക്ക് സ്റ്റാബ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഭീകരവാദികൾ അടുത്തുള്ള ഒരു രാജ്യം എങ്ങനെ പ്രോസ്പർ ചെയ്യും? നമ്മൾ എന്തെങ്കിലും വികസനം കൊണ്ടുവരുമ്പോൾ ഇവന്മാർ ഭീകരവാദികളെ ഇറക്കി അതിനെല്ലാം തകർക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അങ്ങനെ നടത്തുന്ന രാജ്യം എങ്ങനെ പ്രോസ്പർ ചെയ്യും? നമ്മുടെ നാട്ടിലേക്ക് കടത്തിവിടാനായിട്ട് ഫേക്ക് നോട്ടുകളാണ് പാകിസ്ഥാൻ അച്ചടിച്ചുകൊണ്ടിരുന്നത്. ഇത് കൃത്യമായിട്ടുള്ള വാർത്തകളും രേഖകളും എല്ലാം കൃത്യമായിട്ടും ചുമ്മാ പോയി ഗൂഗിൾ ചെയ്താൽ മതി. ഞാൻ ചുമ്മാ പറയണ സാധനമല്ല ഇത്. അവിടെ നിന്നും നേപ്പാളിൽ വരും, നേപ്പാളിൽ നിന്ന് ഉത്തർപ്രദേശിൽ വരും, ബീഹാറിലേക്ക് വരും. അവിടെ നിന്നാണ് ഇത് കടത്തിക്കൊണ്ടിരുന്നത് ഈ ഫേക്ക് നോട്ടും കാര്യങ്ങളൊക്കെ. അങ്ങനെ കടത്തിക്കൊണ്ടിരുന്ന ഒരു സാധനമാണ്. നോട്ട് നിരോധനം വന്ന് നമ്മുടെ ബാങ്കിങ് മേഖലയെ അത് അച്ചടക്കമുള്ളതാക്കി. ബാങ്കിങ് സെക്ടറെ സമ്പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്യാൻ സഹായിച്ചു. ബാങ്കിങ് മേഖലയെ സമ്പൂർണ്ണമായി ഉഴുതുമറിച്ചു നോട്ട് നിരോധനം എന്ന് പറയുന്നത്. ഇന്ന് ഏവനെങ്കിലും ഒരു തിരിമറി കാണിക്കാൻ ശ്രമിച്ചു നോക്കട്ടെ. ഒരു തിരിമറി കാണിക്കാൻ ശ്രമിച്ചു നോക്കട്ടെ. ഇൻകം ടാക്സ് അടയ്ക്കാതെ ഏവനെങ്കിലും രക്ഷപ്പെടാൻ. ഇവിടെയുള്ള വ്ളോഗർമാരുണ്ടല്ലോ, അവന്മാരെ വീട്ടിൽ വന്ന് നിൽപ്പുണ്ട് ഇൻകം ടാക്സ് റെയ്ഡിന്. ഓരോ ദിവസവും ഇൻകം ടാക്സ് വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ അവന്മാർ പറയും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു സാർ എന്ന് പറയും. അങ്ങനെ പറയും. അങ്ങനത്തെ രീതിയിലാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഏവനെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പിടിക്കാനുള്ള സംവിധാനം ഈ നാട്ടിലുണ്ട്. പണ്ട് അഴിമതിയുടെ പൂരമായിരുന്നു, അറിയാമോ? പല പദ്ധതികൾ കൊണ്ടുവന്നു, അതെല്ലാം മന്ദഗതിയിൽ എഴഞ്ഞു നീങ്ങുകയായിരുന്നു. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് ഞങ്ങളുടെ നെഹ്റുജിയുടെ സ്വപ്നമായിരുന്നല്ലോ കർത്താവേ എന്ന് പറയേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് വരുന്നത്. ഇനിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഡിഫൻസ് സെക്ടർ ഞാൻ എടുത്തു പറയുന്നില്ല, മുള്ളിപ്പോവും എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ. താജ് ഭീകരാക്രമണവും ഡൽഹി ബ്ലാസ്റ്റും പല കാര്യങ്ങൾ എടുത്തു പറയാനായിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി യുദ്ധം നടത്തിയല്ലോ കാർഗിലിൽ. നമ്മുടെ എത്ര പട്ടാളക്കാരാണ് ഇനിയും തിരിച്ചു വരാനുള്ളതെന്നറിയാമോ? ബംഗ്ലാദേശ് നമ്മൾ പിരിച്ചു കൊടുത്തല്ലോ. അതിനുശേഷം നമ്മൾ ബംഗ്ലാദേശ് പിരിച്ചു കൊടുത്ത ശേഷം പാകിസ്ഥാനുമായിട്ട് നമ്മൾ കരാർ വെച്ചു. അപ്പോൾ നമ്മുടെ പട്ടാളക്കാർ ഇവിടെ പോയി എന്നുള്ളൊരു ചോദ്യമുണ്ട് അവിടെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ നിന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് വിമർശിക്കപ്പെടുന്നുണ്ട്. ആ വിമർശനം കോടതിയിലെത്തുന്നുണ്ട്. അവിടെ കൃത്യമായിട്ടത്
പൊളിഞ്ഞു പോകുന്നൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തായാലും രമേശ് പിഷാരടിയുടെ പ്രസംഗമൊക്കെ എനിക്ക് ഇഷ്ടമായി. പക്ഷേ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അങ്ങ് മഹത്വവൽക്കരിച്ച് അങ്ങ് പ്രസംഗിക്കുന്ന കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ടു ബി ഫ്രാങ്ക് എനിക്ക് ഇത്രയും പറയണമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് അങ്ങ് ഇത് സഹിച്ചില്ല, സത്യമായിട്ട് സഹിച്ചില്ല. കാരണം ഇതുപോലൊരു വൃത്തികെട്ട പാർട്ടി, ഈ പാർട്ടി നശിച്ച് നാറാണക്കല്ലെടുത്ത് പോകണം എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ തൊട്ട് ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. ഈ പാർട്ടി നശിച്ച് നാറാണക്കല്ലെടുക്കണം, അതാണ് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന. ഇപ്പം ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ വി ഡി സതീശൻ അധികാരത്തിൽ വന്നു. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണ് വി ഡി സതീശൻ. നല്ല മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ കോൺഗ്രസ് നല്ല മുഖ്യമന്ത്രിയാണ്, നല്ല ആഭ്യന്തരമന്ത്രിയാണ്, എല്ലാം കൊള്ളാം. പക്ഷേ ഈ പാർട്ടിക്കകത്തുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ പാർട്ടി ശുദ്ധീകരിക്കപ്പെടണം. ഈ പാർട്ടിക്കകത്തുനിന്ന് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്കാ ഗാന്ധി, റോബർട്ട് വദ്ര, യവന മക്കൾ, മറ്റവരെ മക്കളും മറിച്ച് എല്ലാത്തിനെയും വാറ്റി ഊറ്റിക്കളയണം. സാധാരണ ജനങ്ങൾ ഈ പാർട്ടിയുടെ തലപ്പത്തേക്ക് വരണം. എങ്കിൽ ഈ പാർട്ടിക്ക് ഇനിയും സ്കോപ്പുള്ള ഒരു പാർട്ടിയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതല്ലാതെ ഇനി ഈ ഡൈനാസ്റ്റി ഭരണമൊന്നും ഇനി ഇവിടെ നടക്കില്ല. കോൺഗ്രസ് ഗീങ്ഗ്രസ് എന്നുള്ള സംഭവമൊക്കെ കഴിഞ്ഞു, അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. ഇനിയിപ്പോൾ ജെൻസി പിള്ളേരെ എങ്ങനെയെങ്കിലും ഇളക്കി വോട്ട് ചെയ്യിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതും നടക്കുന്ന കേസല്ല. ഇപ്പോൾ ജെൻസി പിള്ളേരുടെ കയ്യിൽ നരേന്ദ്രമോദി അങ്ങനെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കൃത്യമായിട്ട് മൊബൈൽ ഫോണും ഡിജിറ്റൽ ഇന്ത്യയൊക്കെ കൊടുത്തിരിക്കുന്നത് ഓരോ ആരോപണങ്ങൾ കൊണ്ടുവരുമ്പോൾ ഈ ചരിത്രം അടക്കം എടുത്ത് ചകഞ്ഞ് നോക്കാനാണ്. അങ്ങനെ ചകഞ്ഞ് നോക്കാനാണ്. അങ്ങനെ ചകഞ്ഞ ആൾക്കാർ നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കി കൃത്യമായിട്ടുള്ള കണ്ടൻറ് ക്രിയേറ്റേഴ്സ് അത് ജൻസിയുടെ ഇടയിലേക്ക് എത്തിക്കുന്നുണ്ട്. അവർക്ക് കാര്യം കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. കാരണം ഞാനൊക്കെ ഈ കോൺഗ്രസ് ഭരണകാലത്ത് ജീവിച്ചൊരു മനുഷ്യനാണ്. താജ് ആക്രമണമൊക്കെ നടന്നപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെയൊക്കെ മനസ്സ് ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുകയായിരുന്നു. പക്ഷേ നമുക്ക് ഇന്ത്യ എന്ന് പറയുന്നൊരു വികാരം ഉണ്ടല്ലോ, ഏത് സ്കൂൾ കുട്ടിക്കും കാണും. അപ്പോൾ ആ ഒരു വികാരം ഉണ്ടല്ലോ, ആ സമയത്തൊക്കെ നമുക്ക് വല്ലാതെ വിഷമിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ട് പെട്ടെന്ന് ഓപ്പറേഷൻ സിന്ദൂർ നടത്തുന്ന ഒരു ഭരണകൂടം വരുമ്പോൾ നമ്മൾ അറുമാദിക്കും, അങ്ങറ്റം അറുമാദിക്കും. അതിന് ഏവനൊക്കെ ഇവിടെ കിടന്ന് എന്തിലൊക്കെ പറഞ്ഞാലും അറുമാദിച്ചിരിക്കും. അപ്പം ശരി.